Hi dears, welcome back to Fashion Week Designs. വളരെ പ്രീമിയം ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് കാണാൻ പോകുന്നത്. ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പ്ലാറ്റിനം ക്രഷ് ഫാബ്രിക്കിൽ വളരെ ഹെവി വർക്ക് ആണ് ചെയ്തിരുന്നുണ്ടോ നോക്കിയാൽ മനസ്സിലാവുന്ന വീഡിയോയിൽ കാണുന്നതിലും നേരിട്ട് കണ്ടതാണ് ഇത്. ഈ ടൈപ്പ് വർക്കിന് എപ്പോഴും ഒരു ക്ലാരിറ്റിയും ആ ഒരു ലുക്കും ഒക്കെ വരുള്ളൂ. ഫുള്ളി ഇതുപോലത്തെ ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത്. വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈനാണ്. ആൻഡ് ഇത് വളരെ പ്രീമിയം ആയിട്ടുള്ള ഡിസൈനാണ്. നമുക്ക് ഫംഗ്ഷൻ വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സെറ്റ്സ് ആണ്. 4 കളർ ഷെയ്ഡ്സ് വരുന്നുണ്ട്. ഡീറ്റെയിൽസ് നോക്കാം. ഫസ്റ്റ് വൺ ഇതേപോലെയാണ്, വളരെ ഹെവി വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കണ്ടാലും നമ്മളെപ്പോഴും സ്റ്റിച്ച് ചെയ്തിരുന്ന ആ ഒരു ലുക്ക് ഒരിക്കലും നമ്മളിങ്ങനെ മെറ്റീരിയൽ ജസ്റ്റ് ഇങ്ങനെ കാണുമ്പോൾ വരില്ല. ഫുള്ളി വർക്കാണ്. എൻ്റെ ഡാമിനൊക്കെ നോക്കിയിട്ടുണ്ട്. മൾട്ടി കളേർഡ് ആരി എംബ്രോയിഡറി, അതിൽ ഫുള്ളും ഇങ്ങനെ ക്രിസ്റ്റൽ സ്റ്റോൺസ് യൂസ് ചെയ്തേക്കുവാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ആ സാറ്റിൻ ഓർഗൻസ ഫാബ്രിക്കും അങ്ങനത്തെ ഫാബ്രിക്കിൽ വന്ന ആ സെയിം കൈൻഡ് ഓഫ് വർക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. വളരെ പ്രീമിയം ആയിട്ടുള്ള കളർ ഷെയ്ഡുമാണ്. ഇതിന്റെ ഓവറോൾ ലുക്ക് എന്ന് പറയുന്നത്. അതിൽ വന്നിട്ട് ദുപ്പട്ടയിൽ വരുമ്പോൾ ആ സെയിം മൾട്ടി കളേർഡ് ആരി എംബ്രോയിഡറി വിത്ത് സെറി പാറ്റേൺ, എന്നിട്ട് ഓൾ ഓവർ ചെറിയ ചെറിയ എംബ്രോയിഡറി മോട്ടീവ്സ് വിത്ത് ക്രിസ്റ്റൽസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നു. അത് ഭയങ്കര ഗ്രാൻഡ് ആയിട്ടുള്ള സെറ്റാണ്. അതിൻ്റെ ഇതിൽ ബോട്ടം ലൈനിങ്ങും വന്നിട്ടുണ്ട്. സാൻഡൂൺ ഫാബ്രിക് ആണ്, വിസ്കസ് സാൻഡൂണിലാണ് ഇത് ചെയ്തേക്കുന്നത്. രണ്ടും അതായത് ബോട്ടവും ലൈനിങ്ങും ഇൻക്ലൂഡഡ് ആണ്. ഷെയ്ഡ് നിൽക്കും വളരെ അടിപൊളിയായിട്ട് നിൽക്കുന്ന നല്ലൊരു ബ്രാൻഡായിട്ട് നിൽക്കുന്ന യെല്ലോ കളർ ഷെയ്ഡാണ്. ഈ കളേഴ്സ് എല്ലാം ഡാർക്ക് ആണെങ്കിലും വലിയ ഫെയർ കമ്പീഷൻ ആണെങ്കിലും അവർക്കെല്ലാം മാച്ച് ആവും. ഈ ടൈപ്പ് അതായത് ഇടിവെട്ട് യെല്ലോ അല്ല, നല്ലൊരു കളർ ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. ടോപ്പിലെ വർക്ക് നോക്കി, അതായത് ഈ വർക്കിനെ ഭയങ്കര ഹൈലൈറ്റഡ് ആണ്. ഈ ഇടയ്ക്കൊരു ഓറഞ്ചും യെല്ലോയ് അതുപോലെ ഗ്രീന് ബ്ലൂ അങ്ങനെയുള്ള കോമ്പിനേഷൻസ് ത്രെഡ് എംബ്രോയിഡറിയിൽ കൊടുത്തേക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഈ വർക്കിനെ കുറച്ചുകൂടെ ഹൈലൈറ്റഡ് ആക്കും. നമ്മളിങ്ങനെ പെട്ടെന്നൊന്ന് നോട്ടീസ് ചെയ്യും അതിൽ എന്നാണ് ഇങ്ങനെ പതിപ്പിച്ചേക്കുന്നതെന്ന്. എന്നിട്ടാണ് ഫുൾ ആ ഒരു ക്രിസ്റ്റൽ സ്റ്റോൺസ് യൂസ് ചെയ്തേക്കുന്നത്. ഇതാണ് എൻ്റെ ദുപ്പട്ട. ദുപ്പട്ടയിൽ വരുമ്പം ആ ഒരു കോമ്പിനേഷൻ തന്നെ ഇങ്ങനെ ബോർഡർ എംബ്രോയിഡറി ചെയ്തിട്ട് ഇടയ്ക്കൂടെ ലൈറ്റ് ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട്. ചെറിയ മോട്ടീവ്സ് വിത്ത് ആ ഒരു ക്രിസ്റ്റൽസ് കൊടുത്തേക്കുന്നു. ബോട്ടം ലൈനിങ്ങും ഇൻക്ലൂഡ്. അടുത്ത കളർ ഷെയ്ഡ് വന്ന് നമുക്ക് എപ്പോഴും ഫേവറേറ്റ് ആയിട്ടുള്ള എപ്പോഴും മൂവിങ്ങും ഡിമാൻഡഡും ആയിട്ടുള്ള പീച്ചിൻ്റെ ഒരു ഷെയ്ഡാണ് വന്നിരിക്കുന്നത്. വളരെ പ്രീമിയം പീച്ച് പ്ലാറ്റിനം ക്രഷ് ആണ്. നിങ്ങൾക്ക് അറിയാം, ഞാൻ എപ്പോഴും പറയുന്നത് ഭയങ്കര സിൽവർ ഗ്ലോസി ഫിനിഷ് ആണ് ഫാബ്രിക്. അത് ജസ്റ്റ് ബാക്ക് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് ഒന്ന് കുറച്ചുകൂടെ മനസ്സിലാവും. ഭയങ്കര ആ ഒരു ഗ്ലോസി ഫിനിഷ് വരുന്നുണ്ട്. ഫ്രണ്ടിൽ ഫുള്ളും വർക്കായതുകൊണ്ട് നമുക്ക് അത്രയും നമ്മൾ പെട്ടെന്നൊന്നും നോട്ടീസ് ആവില്ല. ബട്ട് ബാക്ക് പാനൽ നോക്കുമ്പോൾ അതായത് ഫുൾ ഫ്രണ്ടിൽ ഹെവി വർക്ക് ആണെങ്കിലും ബാക്കിൽ ആ ഗ്ലോസി ഫിനിഷ് വരുന്നതുകൊണ്ട് ബാക്ക് പാനലും വളരെ അടിപൊളിയായിട്ട് നിൽക്കും. ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വന്നിരിക്കുന്നത്. നല്ല ലെങ്തും വിഡ്ത്തും ഒക്കെ ഉണ്ട് വിത്ത് ബോട്ടോ ആൻഡ് ലൈനിങ് അറ്റാച്ച്. ഈ ഒരു കളർ എപ്പോഴും കുറച്ച് കൺഫ്യൂഷൻ ആണ്. അതിൽ കംപ്ലീറ്റ്ലി ഒരു സ്കൈ ബ്ലൂ ആയിട്ടാണ് നിങ്ങളിപ്പം വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ആണ് കളർ ഷെയ്ഡ്. ഒരു ലൈറ്റ് ഗ്രീനിഷ് ബ്ലൂ, കുറച്ചും കൂടെ അതായത് ഒരു സീ ഗ്രീനിൻ്റെ ഷെയ്ഡാണെന്ന് തോന്നുന്നു ഹൈലൈറ്റഡ് ആയിട്ട്. അതായത് റിയൽ ലുക്കിൽ ഒരു സീ ഗ്രീൻ ഷെയ്ഡാണ് ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുക. ഇതാണ് സെറ്റിന്റെ ഓവറോൾ ലുക്ക് വന്നിരിക്കുന്നത്. ഒരു ബ്ലൂവിഷ് ഗ്രീൻ ആണ്, കുറച്ചും കൂടെ സീ ഗ്രീൻ ഹൈലൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡിൽ. വർക്ക് പാറ്റേൺസ് സെയിം വിത്ത് ബോട്ടം ആൻഡ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ്. ഹെവി പ്രീമിയം ആയിട്ടുള്ള സെറ്റ് ആണ്. റേറ്റ് 1980, 1980 ആണ് പ്രൈസ് റേഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ്. താങ്ക് യു.